ഈ വില്ലനെ കുറിച്ച് ആലോചിച്ചപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ സുരേഷ് ഗോപിയുടെ ആ സിനിമ ശരിക്കും പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ഉള്ള ഒരു നമ്പൂതിരി സമുദായത്തിൽപ്പെട്ട ഒരാളുടെ കഥ ആയിരുന്നില്ല അത്. പിന്നെ ആ കഥ വേറൊരു മലയാള സിനിമയുടെ കഥയുമായിട്ട് സാമ്യം വന്നപ്പോൾ അത് ഞങ്ങൾ ആ കഥ വേണ്ടാന്ന് വെക്കുകയും മാറ്റി വെക്കുകയും പിന്നെ ഈ കഥയിലേക്ക് വരികയും ചെയ്തതാണ്. പക്ഷെ അവിടെ അതിലെ വില്ലൻ ഭദ്രൻ, മനോജ് കജയൻ, അതിൻ്റെ കഥ പറയാനായി പോകുമ്പോൾ ഉർവശി ചെന്നൈയിൽ വെച്ച് മനോജിൻ്റെ വീട്ടിൽ വെച്ചിട്ട് എന്നോട് പറഞ്ഞു, റോബിൻ ഒരുപക്ഷെ ഈ സിനിമ നല്ലതായിരിക്കും, ഈ കഥാപാത്രം നല്ലതായിരിക്കും, പക്ഷെ മനോജിന് ഈ സിനിമയ്ക്ക് ശേഷം ഒരുപാട് വില്ലൻ വേഷങ്ങൾ കിട്ടാൻ സാധ്യതയുണ്ട്. അത്ര ഡയമെൻഷൻസ് ഉള്ള അടരുകളുള്ള ഒരു കഥാപാത്രമാണ് ഈ കഥ എന്ന് പറയുകയും ചെയ്തു. അതുപോലെ തന്നെയായി മനോജ് ഈ സിനിമയ്ക്ക് ശേഷമാണ് ആദ്യമായിട്ട് തമിഴിൽ വില്ലനായിട്ട് ഹരിയുടെ പടത്തിൽ അഭിനയിക്കുന്നത്. ധൂൾന്നോ അങ്ങനെ എന്തോ പറഞ്ഞ പടം, ആ പടത്തിൽ അഭിനയിച്ച് ഒരുപാട് വില്ലൻ വേഷങ്ങൾ പിന്നെ ചെയ്തു. അപ്പോൾ ഇത് പിന്നെ നരേന്ദ്ര പ്രസാദ്, അതുപോലെ പിന്നെ നെടുമുടി വേണുചേട്ടൻ, അമ്പിളിച്ചേട്ടൻ ഞങ്ങൾ ഈ മാനത്ത കൊട്ടാരത്തിൽ പൂണ്ട് വിളയാടിയ അമ്പിളിച്ചേട്ടൻ, അതിനുശേഷം പൂണ്ട് വിളയാടിയ മറ്റൊരു സിനിമയാണ് ഈ പിന്നെ സൈബർ തിരുമേനി. നരേന്ദ്രപ്രസാദുമായിട്ടുള്ള ആത്മബന്ധം എന്ന് പറയുന്നത് ഞങ്ങൾ ആലഞ്ചേരി തമ്പ്രാക്കളിൽ തുടങ്ങിയതാണ്. എൻ്റെ നാട്ടിൽ സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന് മകനെ പോലെയായിരുന്നു. ഇടയ്ക്ക് നാട്ടിൽ വരെ എൻ്റെ പിതാവുമായിട്ട് വളരെ അടുത്ത ബന്ധമായിരുന്നു. അതുപോലെ തന്നെ വേണുചേട്ടനാണെങ്കിലും വളരെ സാഹോദര്യ ബന്ധം ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞങ്ങൾ ഇനിയും ഒരുപാട് ആൾക്കാരെ ഓർമ്മിക്കാനുണ്ട് കേട്ടോ. എങ്കിലും എനിക്ക് ഒരു പരാതിയുണ്ട്. നായകനായിട്ട് ഒരു സമയത്ത് വിലസിയിരുന്ന പല താരങ്ങളെ, സായികുമാർ ആയാലും ഋഷഭാവ് ആയാലും മനോജ് കജയനായാലും ഇവരെല്ലാം വില്ലന്മാരാക്കിയത് രോഹിത് ചേട്ടൻ. അതെ, കറക്റ്റ്, അത് ശരിയായിരിക്കും. പ്ലാറ്റ്ഫോം വിട്ട് വില്ലൻ വേഷങ്ങളിലേക്ക് മാത്രം അങ്ങ് ഒതുങ്ങി. ഞാനും ഈ പറഞ്ഞ പോലെ ആ സമയത്ത് ഗാന്ധിയൻ എന്ന് പറഞ്ഞിട്ടുള്ള പിന്നെ തിലകൻ ചേട്ടനെ വെച്ചിട്ടൊരു സിനിമ ചെയ്തു ഷാർവിക്ക് വേണ്ടി. അത് പിന്നെ നമ്മളെ പിന്നെ നല്ലൊരു എം.എ. നിഷാദ് പ്രൊഡ്യൂസ് ചെയ്തൊരു പടമാണ്. അതിൽ പരാതി ഉണ്ടാവുക, കാര്യം ഒരു സമയത്ത് മനോജ് ഒരു സെൻട്രൽ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ആളാണ്. പിന്നെ അവര് പരാതിപ്പെടുക എന്ന് വെച്ചാൽ നമ്മൾ വില്ലൻ വേഷം വേണ്ടി സമീപിക്കുമ്പോൾ ഈ കഥാപാത്രത്തിന്റെ ഡെപ്ത് മനസ്സിലാക്കിയിട്ട് അവർ വരും. അത് തന്നെയായിരുന്നു ആരും പ്രിഫർ ചെയ്തത്. പിന്നെ വ്യക്തിപരമായ ബന്ധമുണ്ട്. അപ്പോൾ ഇത് പറയുമ്പോൾ സ്വാമി അല്ലെ അളിയ അതങ്ങനെ ചെയ്താൽ ശരിയാവുമെന്ന് ചോദിക്കുമ്പോൾ അല്ലെ കുഴപ്പമില്ല അളിയ അത് നമുക്ക് ഓക്കെയാണ് എന്ന് പറയുമ്പോൾ നീ പറഞ്ഞാൽ ഓക്കെയാണ് എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ. അപ്പോൾ ആ സംഗതി ഞാൻ അന്നും ഇന്നും ഇവരെല്ലാവരോട്ട് ആ ബന്ധം ഒരു മാറ്റവും ഇല്ല കേട്ടോ. എങ്കിലും എഴുതുമ്പോൾ ഇന്ന നടൻ, അല്ലെങ്കിൽ നമുക്കൊരു എഴുത്തുകാരെന്ന രീതിയിൽ രോഹിത് ഒരുപാട് സ്വപ്നമുണ്ട്, ഈ സാധനം ഇന്ന നടൻ പറഞ്ഞ കൊള്ളാം, അങ്ങനെ ഈ ഡയലോഗുകൾ പറയുമ്പോൾ ഇഷ്ടപ്പെടുന്ന നടൻ ആരായിരിക്കും? എനിക്ക് അങ്ങനെ ഏറ്റവും ഇഷ്ടമുള്ള നടൻ എന്ന് പറയുന്നത് മനോജ് കജയനെ ഇഷ്ടമാണ്. ഡെലിവറി പിന്നെ ഈ നമ്മളെ പിന്നെ സായികുമാറിൻ്റെ ഋതം, സുരേഷ് ഗോപിയുടെ ചില പ്രത്യേക ഡയമെൻഷൻസ്, ഇവരെല്ലാവരും അതിഗംഭീരന്മാരാട്ടോ. ഞാൻ അങ്ങനെ പറയുമ്പോൾ ഒരാളെ എടുത്തു പറയാൻ പറ്റില്ല. ഞാൻ പലപ്പോഴും നമ്മൾ ഈ ഓരോ ആളുകളുടെയും ഡയലോഗ് എഴുതുമ്പോൾ അവരുടെ ശൈലിയിലും അവരുടെ റെൻഡറിങ്ങിലുമാണ് നമ്മൾ സ്വയം പറയുക. എഴുതാൻ ഭയങ്കര സുഖമല്ലേ? അപ്പോൾ പ്രസാദ് സാർ പറയുന്ന രീതിയല്ല അമ്പിളിച്ചേട്ടൻ പറയുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര ഈസി ആയിരിക്കും. ഈ സിനിമ വരുമ്പോൾ ആ കഥാപാത്രത്തെ ആ ഡയലോഗുകൾ അവരുടെ കയ്യിൽ കിട്ടുമ്പോൾ ഇത് എനിക്ക് വേണ്ടി എഴുതിയതാണെന്ന് തോന്നുന്നത് വളരെ ഈസിയായിട്ട് അവർക്കത് ചെയ്യാൻ പറ്റും. അത് ചെറിയ ആളുകൾ പോലും നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ മാനത്ത കൊട്ടാരത്തിലാണ് ഇന്ദ്രൻസ് ആണെങ്കിൽ ഇന്ദ്രൻസ് പറയുന്ന ആ റെൻഡറിങ് വെച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. എങ്കിലും ഈ മനോജ് കജയൻ ശരിക്കും ഉപയോഗപ്പെടുത്തിയ ഒരു സ്ക്രിപ്റ്റ് റൈറ്ററാണ് രോഹിത് ചേട്ടൻ. അതിനുശേഷമുള്ള ശക്തമായ വേഷങ്ങൾ മനോജ് കജയനെ തേടി വരുന്നതുമില്ല. അപ്പം നിങ്ങളെപ്പോലുള്ള എഴുത്തുകാരുടെ അഭാവമാണോ, എന്തായിരിക്കും മനോജ് കജയനൊക്കെ സംഭവിക്കുന്നത്? എനിക്കെന്താ അദ്ദേഹം ഒരുപാട് നല്ല വേഷങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന് ചെയ്തിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ മാറിയ കാലത്ത് അത്തരം വേഷങ്ങൾ ആരും ആലോചിക്കുന്നുണ്ടാവില്ലായിരിക്കാം. ഇങ്ങനെയുള്ള സിനിമ ചെയ്യുമ്പോൾ പെട്ടെന്ന് ഈ മനോജ് മനസ്സിൽ വരാനുള്ള കാരണം നിങ്ങളുടെ സുഹൃബന്ധമാണോ, എന്തായിരിക്കും അതിന്റെ? സ്വാഭാവികമായിട്ടും അദ്ദേഹം മികച്ച നടന്മാരാണ് അവരെല്ലാം. അത് സുഹൃബന്ധമുണ്ട്, നമുക്ക് കംഫർട്ട് സോണിലുള്ള ആളുകളാണ്. അപ്പോൾ അവരെ കണ്ട് സംസാരിച്ച ശേഷം മാത്രമേ നമ്മൾ വേറൊരാളെ ആലോചിക്കുകയുള്ളൂ. പിന്നെ പറ്റില്ല എന്ന് പറഞ്ഞാൽ മാത്രമേ നമ്മൾ മറ്റൊരാളെ തേടി പോവുകയുള്ളൂ. പക്ഷെ അതിൻ്റെ ആവശ്യം വരാറില്ല. പറയുമ്പോൾ തന്നെ അവർക്കത് മനസ്സിലാവുകയും അവരത് ഓക്കെ പറയുകയും ചെയ്യാറുണ്ട്. എല്ലാ താരങ്ങളെയും വെച്ച്, മെഗാ താരങ്ങളെയും വെച്ച് എല്ലാ സിനിമ ചെയ്തിട്ടുണ്ട്. ഇനി എന്താണ് സ്വപ്നം? ഇനി എന്താണ് ഇപ്പോൾ ചെയ്യുന്ന പ്രോജക്റ്റ്? എന്താണ് ഞാനിപ്പം ചെയ്യാൻ പോകുന്ന ഞാൻ സിനിമയിൽ നിന്നും വഴിമാറി നടക്കുന്നതിനിടയിലാണ് പിന്നെ കെ മധുചേട്ടൻ നമുക്കൊരു സിനിമ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ ജീവിതകഥ സിനിമയാക്കാൻ വേണ്ടി ഞങ്ങൾ ആലോചിക്കുകയും അത് ഞങ്ങൾ റാണ ദഗ്വതി വെച്ചിട്ട് ഞങ്ങളത് അനൗൺസ് ചെയ്യുകയും ചെയ്തു. റാണ ദഗ്വതി കണ്ടു, മറ്റാൾക്കാരെ കണ്ടു, കീരവാണി ഓസ്കാർ വിന്നർ കീരവാണി സംഗീതം. അതിൻ്റെ ആ പ്രവൃത്തികളെല്ലാം ഞങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിനിടയിലാണ് കോവിഡ് വന്നത്. കോവിഡ് വന്നിട്ട് അതിന് വലിയ സാമ്പത്തിക മുതൽ മുടക്ക് ആവശ്യമുള്ള ഒരു സിനിമയായതുകൊണ്ട് അത് പെൻഡിങ്ങിലായി.
ആ സിനിമ ഇനി എപ്പോൾ നടക്കുമെന്ന് നമുക്കിപ്പം ഉറപ്പൊന്നും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ മറ്റു പല പല ഡിസ്കഷനും നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, തുടക്കത്തിൽ പറഞ്ഞ പോലെ, ദിലീപിൻ്റെ അടുത്ത് ഒരു കഥ പറഞ്ഞു. ദിലീപിന് വളരെ പ്രിയപ്പെട്ട ഒരു കഥയാണ്. വളരെ പ്രിയപ്പെട്ട കഥ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെതായ ഒരു സിനിമ എന്ന നിലയ്ക്ക് ഏറ്റവും ചിലവേറിയതും ഡയമെൻഷൻസ് ഉള്ള ഒരു കഥയാണ്. അപ്പം ആ കഥ അദ്ദേഹത്തിന് വലിയ ഇഷ്ടമാകുകയും അദ്ദേഹം ഒരു എഴുത്തുകാരൻ എന്ന നിലയ്ക്ക് ഞാനത്ര സജീവമായിട്ടൊന്നും നിൽക്കുന്നില്ലെങ്കിൽ അദ്ദേഹം എന്നെ വിശ്വസിക്കുന്നു എന്നുള്ളത് എനിക്കൊരു വലിയ ചാലഞ്ചായി തോന്നി. കാരണം എന്നെ പരിഗണിക്കുന്നുണ്ടല്ലോ അവർ. അയാളാരും നിങ്ങളെ പരിഗണിക്കാതിരിക്കാൻ എന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം അവർ ഉയരത്തിലാണ് നിൽക്കുന്നത്. പക്ഷേ ആ സൗഹൃദം അത് വെച്ചിട്ട് ഞാൻ ആ സിനിമയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദിലീപ് എന്നെ നമുക്ക് ചെയ്യണം എന്തായി ചോദിക്കുന്നുണ്ട്. എന്തായാലും ഒരു മാറ്റം ദിലീപ് ആവശ്യപ്പെടുന്നുണ്ട്. കാര്യം അദ്ദേഹത്തിന് സ്ലാപ്സ്റ്റിക് കോമഡികൾ പലപ്പോഴും ഇപ്പോൾ പ്രേക്ഷകരിൽ സ്വീകരിക്കുന്നില്ല. കുടുംബ പ്രേക്ഷകരിൽ നിന്ന് ഒരുപാട് അകന്നു പോയിരിക്കുക. ഒരു തിരിച്ചുവരവിനുള്ള സാധ്യത ഞാൻ ദിലീപിൻ്റെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്യുന്ന സിനിമയിലൂടെ അദ്ദേഹം തിരിച്ചു വരുന്നു എന്ന് മാത്രമല്ല ഞാൻ വിചാരിക്കുന്നത്. അത് അങ്ങനെ പറയാൻ ഞാൻ ആളല്ല. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ദിലീപ് മലയാള സിനിമയിലേക്ക് അതിശക്തമായിട്ട് തിരിച്ചു വരും. അതിൻ്റെ തുടക്കമായിരിക്കും ബബ്ബബ്ബ എന്ന് പറഞ്ഞ സിനിമ. ഞാൻ വിചാരിക്കുന്നത് അങ്ങനെയാണ്. കാരണം അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ചില്ലറക്കാരൊന്നുമല്ല. അതിൻ്റെ മുന്നണിയിൽ പ്രവർത്തിക്കുന്നവരും സ്ക്രീനിൽ പ്രവർത്തിക്കുന്നവരും വിനീത് ശ്രീനിവാസൻ കൂടെയുണ്ട്, ധ്യാൻ ശ്രീനിവാസൻ കൂടെയുണ്ട്, മോഹൻലാലുണ്ട്. അതിനേക്കാളൊക്കെ ഉപരിയായി ആ സിനിമ ദിലീപിൻ്റെ വിളയാട്ടമായിരിക്കും സിനിമ. മാത്രമല്ലെന്നേ, ആ സിനിമയ്ക്കകത്തിപ്പോൾ നമുക്ക് അത്തരം വേഷങ്ങളൊക്കെ ചെയ്യാൻ ആളില്ല. ഇവിടെ ഹ്യൂമർ വേഷങ്ങൾ ചെയ്യാൻ ആളില്ല. അപ്പോൾ ദിലീപിനെ സംബന്ധിച്ച് ദിലീപ് ഇപ്പം എന്തുകൊണ്ട് അയാൾക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ സമയത്തല്ലേ രാമലീല എന്ന് പറഞ്ഞാൽ ആ ക്യാരക്ടറും പുള്ളി വിജയിപ്പിച്ചു. അപ്പം ജനം അതല്ല എടുത്ത്. ഓഫ് കോഴ്സ് ഈ ഒരു ക്രൈസിസിലേക്ക് അദ്ദേഹത്തെ തള്ളി വിട്ടിട്ടുണ്ട്. ആ കേസോ കാര്യങ്ങളെ കുറിച്ചോ ഒന്നുമല്ല ഞാൻ പറയുന്നത്. ദിലീപ് അങ്ങനെ ചെയ്തെന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. വിശ്വസിക്കുന്നവരുണ്ട്, വിശ്വസിക്കാത്തവരുണ്ടൊക്കെ ഉണ്ട്. അതെൻ്റെ പേഴ്സണൽ കാര്യമാണ്. അപ്പോൾ അത് പിന്നെ കോടതി തെളിയിക്കേണ്ടതാണ്, കാലം തെളിയിക്കേണ്ടതാണ്. പക്ഷെ വ്യക്തിപരമായി ഞാൻ അയാളെ കൂടുതൽ സ്നേഹിക്കുന്ന ആളാണ്, അയാളോടൊപ്പം നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഞങ്ങൾ ആലോചിക്കുന്ന സിനിമ ഒരു വലിയ സിനിമയാണ്. ഈ സ്ലാപ്സ്റ്റിക് കോമഡി, അല്ലെങ്കിൽ പഴത്ത് തന്നെ വീഴുക, അല്ലെങ്കിൽ പഞ്ഞി വിട്ട് തലയോട്ട് വീഴുക, അങ്ങനെയുള്ള കോമഡിക്കൊക്കെ ദിലീപിൻ്റെ ആ ഒരു അഭിനയ പ്രാധാന്യം ഉണ്ടോ? പ്രേക്ഷകർക്ക് സ്വീകരിക്കുക അങ്ങനെ എത്രത്തോളം അഭിനയിക്കും? അത് മാറിയിട്ടുണ്ട്. അതനുസരിച്ച് എനിക്ക് തോന്നുന്നത് ദിലീപിനും അത് കുറച്ചൊക്കെ മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞില്ല. ഞാനത് പറയാറുണ്ടല്ലോ, മാറ്റി ചിന്തിക്കേണ്ട സമയം കഴിഞ്ഞു എന്ന് അങ്ങനെയല്ല പറയേണ്ടത്. അദ്ദേഹം അത് ചിന്തിക്കുന്നുണ്ട്. അദ്ദേഹം ചിന്തിക്കേണ്ട മാറിയ കാലത്തിനനുസരിച്ചുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ പ്രിൻസ് ആൻഡ് ഫാമിലിയിലൊക്കെ കുറച്ചൊക്കെ അത് അദ്ദേഹം കട്ട് ചെയ്തിട്ടുണ്ട്. മറ്റു പല സിനിമകളിലത് അത് ഒരാളൊരു പാറ്റേണിൽ പോകുമ്പോഴേ നമുക്ക് നമ്മുടെ പാറ്റേൺ മാറ്റി പിടിക്കാൻ ചിലപ്പോൾ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അത് മറ്റൊരാൾ പറയുമ്പോൾ, അല്ലെങ്കിൽ സിനിമയിൽ പ്രത്യേകിച്ച് പ്രേക്ഷകർ അത് ഡിമാൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ പതുക്കെ നമുക്കതിനെ മോൾഡ് ചെയ്ത് മാറ്റാൻ പറ്റുള്ളൂ. ആ അത് മാറുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്.